ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാവിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ചില ഫുഡ് കഴിച്ചത് കാരണമുണ്ടാകുന്ന നാവിൻ്റെ നിറമാറ്റം ചില അസുഖങ്ങളായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒന്നാമതായി യെല്ലോ കളറിലുള്ള നാവ്. ഇത് സാധാരണയായി ചില വയർ സംബന്ധമായും ലിവർ സംബന്ധമായ അസുഖമുള്ളവരിലാണ് കാണപ്പെടുന്നത്. അടുത്തത് സ്ട്രോബെറി ടങ്. ഇത് ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമായിട്ടുള്ള പനി ഉള്ളവരിൽ കാണപ്പെടുന്നു. അതുപോലെ കാവസാക്കി ഡിസീസ്, അതായത് രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, സാധാരണ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത് ബ്ലൂ കളറിലുള്ള നാവ്. ഇത് ഓക്സിജൻ ലെവൽ കുറയുമ്പോഴും അതുപോലെ ജന്മനായുള്ള ഹൃദയവൈകല്യമുള്ളവരിൽ കാണപ്പെടുന്നു. അതുപോലെ ഹാർട്ട് ഫെയിലിയർ, അസഹനീയമായ തണുത്ത കാലാവസ്ഥയുള്ളപ്പോഴും ഇത് കാണാറുണ്ട്. അടുത്തത് പേർപ്പിൾ കളർ നാവ്. ഇത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവരിലും ഓക്സിജൻ ലെവൽ കുറയുമ്പോഴും ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും അതുപോലെ ചില ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരിലും കാണപ്പെടുന്നു. അടുത്തത് വിളറി വെളുത്ത നാവ്. ഇത് ശരിയായി ബ്രഷ് ചെയ്യാത്തവരിൽ ബാക്ടീരിയ, ഡെഡ് സെൽസ് എന്നിവ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നു. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിലും വായിലൂടെ ശ്വാസം എടുക്കുന്നവരിലും കാണുന്നു. അടുത്തത് ത്രഷ്. ഇത് കാൻഡീഡിയ ഫംഗസ് മൂലമാണ്. ചില മെഡിക്കേഷൻസ് കാരണവും ഇത് ഉണ്ടാവാറുണ്ട്. അടുത്തത് ജോഗ്രഫിക് ടങ്. ഇത് ജനിതകപരമായി കാണപ്പെടുന്നു. അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവരിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവരിലും സ്പൈസി ഫുഡ് കൂടുതൽ കഴിക്കുന്നവരിലും സോറിയാസ് അസുഖമുള്ളവരിലും കാണുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.